യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാരംഭമായി 1 യോഹന്നാൻ 4:4 നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 4:4 നമുക്കൊന്ന് വായിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. നിങ്ങൾ എവിടെ നിന്നുള്ളതാ? യു ആർ ഫ്രം എവിടാ? ഗോഡ്, ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ അല്ലെ ദൈവത്തിൽ ഉള്ളവരാകുന്നു. നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? മിണ്ടുന്നില്ലല്ലോ നിങ്ങളാരും. എങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? ഞങ്ങളതൊക്കെ ഇന്ന് സംശയമുണ്ട്. ഇപ്പോഴും ഞങ്ങള് ദൈവത്തിലുള്ളവരാണോ അല്ലേ? അതുകൊണ്ടാണ് മിണ്ടാത്തത്. കുഞ്ഞുങ്ങളെ, യോഹന്നാൻ വിളിക്കുക. ആ വിശ്വാസ കൂട്ടത്തെ നോക്കി യോഹന്നാൻ വിളിച്ച് വിളിയൊക്കെ നോക്കി. കുഞ്ഞുങ്ങളെ, വേറെ ഒരു അപ്പോസ്തലൻ അങ്ങനെ വിളിച്ചായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എന്നെ കാണിച്ചു തരാൻ ഞാൻ പഠിക്കാൻ തയ്യാറാണ്. കുഞ്ഞുങ്ങളെ, എന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ബാക്കി വായിച്ചു. അവരെ ജയിച്ചുമിരിക്കുന്നു. ആരെ? അവരെ നിങ്ങൾ ജയിച്ചുമിരിക്കുന്നു. ആരെ നമ്മൾ പിന്നെ പഠിക്കാം. വായിച്ചു. നിങ്ങളുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ. അപ്പൊ ജയിച്ചത് ആരെയാണ്? പെട്ടെന്ന് പിടികിട്ടില്ല. ലോകത്തെ അല്ലേ? എന്തായി ലോകം എന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. നിങ്ങളുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പൊ ലോകത്തിൽ വേറൊരുവനുണ്ട്, വലിയൊരുവനുണ്ട്. അപ്പൊ അവനേക്കാൾ വലിയവനാണ് ആര്? നിങ്ങളുടെ അകത്തിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിലെ വിഷയമെല്ലാം കണ്ട് പേടിക്കുക, ഭയപ്പെടുക. എന്തിനാ പേടിക്കുന്നത്? ലോകത്തെ ജയിച്ച ഒരുവൻ, മരണത്തെ ജയിച്ച ഒരുവൻ, പാതാള ഗോപുരങ്ങളെ തകർത്ത ഒരുവൻ നിന്റെ അകത്തിരിക്കുന്നു. നീ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ ആരാ? ദൈവത്തിൽ നിന്നുള്ളവരത്ര. അതിനെ 3 പോലൊന്ന് വായിച്ചാട്ടെ. 3 പോലൊന്ന് വായിച്ചാട്ടെ. യേശുവിനെ സ്വീകരിക്കാത്ത ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശുപാർശ ഇപ്പൊ വായിക്കുന്നവരെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? വായിച്ചോ. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും പഴയ നിയമത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ എത്ര പഠിപ്പിച്ചാലും എത്ര പഠിച്ചാലും നിങ്ങൾക്ക് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ആരല്ല. അതുകൊണ്ടാണ് യേശുവിനെ മറ്റു പലതുമായി കമ്പയർ ചെയ്യുന്നവരുണ്ട് അല്ലെ? ചിലതിനെ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം ഭൂമിയിൽ ഒരാൾ അയച്ചതാ എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട് അല്ലേ? അല്ലെങ്കിൽ മോശയെ പോലെയും പഴയ പ്രവാചകന്മാരെ പോലെ ഒരുവൻ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചിലർ വർണ്ണിക്കാറുണ്ട്. വചനം പറയുന്നു, യോഹന്നാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ ഓർമ്മപ്പെടുത്തുന്നത്? യേശുവിനെ സ്വീകരിക്കാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പൊ ദൈവത്തിൽ നിന്നുള്ളതെന്ന് പറയുമ്പോൾ അവിടെ ആരെ സ്വീകരിക്കും? യേശുവിനെ സ്വീകരിക്കും. യേശുവിന്റെ നാമം കേൾക്കുമ്പോഴേ അസ്വസ്ഥത ഉണ്ടാകുന്ന ഓർത്തോളം വേറെ എന്തോ ഒരു ആത്മാവ് വ്യാപരിക്കപ്പെടുന്നുണ്ട്. സ്തോത്രം. വായിച്ചാൽ യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് ആ ആത്മാവ് അവിടെ ഈ എതിരുണ്ടാകും അല്ലേ? എതിർ അല്ലേ? ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാകുക, ഒരു എതിർ പ്രവർത്തനം ഉണ്ടാകുക അല്ലേ? ഹല്ലേലൂയ. തർക്കുത്തരം പറയുന്ന മകനെ, തർക്കുത്തരം പറയുന്ന മകളെ, ദൈവനാമത്തിൽ കീഴടങ്ങാത്ത വ്യക്തികളെ, കർത്തൃനാമത്തിൽ യോജിച്ചു പോകാത്ത ജീവനശൈലിയുള്ളവരെ നിങ്ങൾ വ്യാപരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. അവിടെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? വായിച്ചു. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. വായിച്ചു. മുമ്പേ വായിച്ച വാക്യത്തിലേക്ക് ഇപ്പൊ കടക്കുക. വായിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ലോകത്തെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. അവരെ ജയിച്ചിരിക്കുന്നു. നിങ്ങളുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനത്രേ. സ്തോത്രം. ബാക്കിയുള്ള വായിച്ചു. അതിന്റെ 6 വരെ വായിക്കും. 6 വരെ. കേട്ടോ, ഇതാ ഏതിനെ ജയിച്ചെന്ന വിഷയം കേട്ടോ. ലൗകികമായവർ ആകയാൽ.
അപ്പൊ ആരെയാ ജയിച്ചത്? ലോകത്തിലുള്ളത്, എതിർ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ചലിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഉൾക്കൊള്ളാത്ത സമൂഹം. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിലുള്ളതിനെ അവർ ലൗകികരായതിനാൽ അവരെന്ത് ചെയ്യുന്നു? ലൗകികമായത് സംസാരിക്കുന്നു. കേട്ടോ, എന്താണ് നീ ഇങ്ങനൊക്കെ ഇപ്പോഴും സംസാരിക്കുന്നത്? ഇപ്പൊ ഒരു പ്രാർത്ഥനയോട് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇപ്പോഴും കൂട്ടായ്മ കൊണ്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ലൗകികമായതേ വരുത്തുള്ളൂ. കാരണം ലൗകികമായ സ്പിരിറ്റാ വ്യാപരിക്കുന്നു. വേഷം കെട്ടിട്ടേ ഉള്ളൂ, വേഷം കെട്ടി നിൽക്കുന്നതേ ഉള്ളൂ. ലോകത്തിന്റെ ആത്മാവുള്ളവൻ എന്ത് ചെയ്യും? ലോകത്തിന്റെ ലൗകിക വിഷയങ്ങളെ അവൻ സംസാരിക്കത്തുള്ളൂ. അവൻ ആത്മീയ വിഷയം സംസാരിക്കണമെങ്കിൽ അവന്റെ അകത്ത് ആത്മശക്തി ഉണ്ടായിരിക്കണം. വായിച്ചു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ഞങ്ങൾ ആര്? അപ്പോസ്തലന്മാർ, അല്ലെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറയാൻ ഇടവരണം. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ എന്റെ വാക്ക്, അല്ലെ നമ്മുടെ വാക്ക് കേൾക്കുന്നവൻ ആരായിരിക്കും? ദൈവത്തെ അറിയുന്നവനെ കേൾക്കത്തുള്ളൂ. ഇല്ലാത്തവൻ അത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? അവനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവനെ മൊത്തം അസ്വസ്ഥത ഉണ്ടാകും. വായിച്ചു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്കിതിനാൽ അറിയാം. മനസ്സിലായോ? മനസ്സിലാക്കിയവർ മാത്രം കർത്താവിനെ ശ്രദ്ധിച്ചാണ്. അപ്പൊ ഈ ഉപവാസ നാളിൽ കർത്തൃനാമത്തിന് വിരോധമായ എന്തെങ്കിലും സാന്നിധ്യമോ പ്രശംസോ എന്റെ മേലുണ്ടോ എന്ന് ചെയ്യണം. സ്വയം വിലയിരുത്തലിന് വിധേയമാക്കണം. ദൈവഹിതമല്ലാത്തതുണ്ടെങ്കിൽ അതിന്മേൽ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ജയമെടുത്ത് പ്രാർത്ഥിക്കണം. മരണത്തെ ജയിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത കർത്താവിന്റെ മഹത്വത്താൽ ഞാൻ നിറയുവാൻ ഇടവരട്ടെ. അതിനപ്പുറത്തുള്ളത് സംസാരിക്കുവാൻ, പറയുവാൻ എനിക്ക് ഇടവരരുതേ കർത്താവേ. കൊലോസ്യർ 1-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെ. കൊലോസ്യർ 1-ന്റെ 26 മുതൽ 29 വരെ വായിച്ചാട്ടെ. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിരുന്ന മർമ്മം എങ്കിലും ഇപ്പൊ അവന്റെ വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും പിടികിട്ടില്ല. അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ എന്താ ഈ മർമ്മം എന്ന് പറയാ? ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം ഇല്ലെന്ന് പറയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അതാ മർമ്മം. ഹല്ലേലൂയ. അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രബോധനം എന്താണ്? ദൈവത്തിന്റെ സമ്പൂർണത ഒരുവനിൽ വെളിപ്പെടുക. ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങളെന്നും ദൈവത്തിന്റെ സമ്പൂർണത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നും ഒരു ബോധ്യത്തിൽ നിങ്ങളെ എത്തിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രയത്നിക്കുന്നു. ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു, ഞങ്ങൾ പ്രവർത്തിക്കുന്നു. വായിച്ചാട്ടെ. പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഏതിനായി? ആ ഉപദേശത്തിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം പോരാടിക്കൊണ്ട് ഇതാ പോരാട്ടം. നിങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന വിഷയത്തിൽ ഒരു പോരാട്ടമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന വിഷയത്തിനകത്തൊരു പോരാട്ടമുണ്ട്. അത് നിസ്സാര കാര്യമല്ല. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും നിങ്ങളുടെ അകത്തുണ്ടെന്നൊരു ബോധ്യം നിങ്ങളകത്ത് നിറഞ്ഞാൽ, ദൈവത്തെ വഹിക്കുന്ന ഒരു ശരീരമാണ് ഞാനെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ സ്ഥിതി മാറുക തന്നെ ചെയ്യും. ആ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കാൻ തക്കണം ഈ ലോകത്തിന്റെ പ്രഭു നിങ്ങളുടെ കണ്ണിനെ കെട്ടാൻ ശ്രമം നടത്തും. മനസ്സിലാക്കിയ കർത്താവിനെ ശ്രമിച്ചാൽ നിങ്ങൾ എവിടെ നിന്നുള്ളവരാണ്? ദൈവത്തിൽ നിന്നുള്ളവർ. ആ ദൈവത്തിന്റെ ഫുൾനെസ്, സമ്പൂർണത എവിടെ ഇരിക്കുന്നു? നിങ്ങളെ അകത്തിരിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, യേശു കർത്താവേ, ഇന്ന് കേട്ട് വചനമനുസരിച്ച് ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുക. സകലയും അങ്ങിടയാക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും എന്റെ അകത്തിരിക്കും.
ലോകം കൊണ്ടിരുന്ന പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, പതറുകയില്ല, ഞാൻ പിന്മാറുകയില്ല. ലോകത്തിന് എന്നോട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം സകലത്തെ ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കിയവൻ എൻ്റെ അകത്തിരിക്കുന്നു. ആ ബോധ്യം ഈ പ്രാർത്ഥിക്കുന്ന സകലമേലും പകരുന്നതിനെ ഓർത്ത് കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദൈവത്തിൻ്റെ മഹത്വവും നിങ്ങളുടെ അകത്തിരിക്കും. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി മാറും. തിരിച്ചറിയുവാൻ ഈ മെസ്സേജ് ഉപകാരപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ.